നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ. വിനയാന്വിതരെ കനിവോടെ ദൈവമുയർത്തും എന്നതിന് ഈ മണ്ണിൽ കൺമുൻപിൽ മേരിയൊരടയാളം. വിനയാന്വിതരെ കനിവോടെ ദൈവമുയർത്തും എന്നതിന് ഈ മണ്ണിൽ കൺമുൻപിൽ മേരിയൊരടയാളം. മേരിയൊരടയാളം, മണ്ണിൽ മേരിയൊരടയാളം, മേരിയൊരടയാളം, മണ്ണിൽ മേരിയൊരടയാളം. വിശ്വാസിക്ക് ഹൃദയതലത്തിൽ മേരിയൊരടയാളം. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ. ദൈവത്തിൻ തിരുമുൻപിൽ എളിയൊരു ദാസി, ദൈവത്തിൻ കനിവാൽ നീ സ്വർഗറാണി. പാപികളാകും മാനവ മക്കൾക്കെന്നും പാവനമാകും മാർഗം രാജകന്യ. ദൈവത്തിൻ തിരുമുൻപിൽ എളിയൊരു ദാസി, ദൈവത്തിൻ കനിവാൽ നീ സ്വർഗറാണി. പാപികളാകും മാനവ മക്കൾക്കെന്നും പാവനമാകും മാർഗം രാജകന്യ. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. നിൻ സഹനം സുരലോകം
ഈ അടുത്ത നാളുകളിൽ പരിശുദ്ധ മാതാവിനെ കുറിച്ച് ഇറങ്ങിയ ഗാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയും മരിയോളജിയും ടീച്ചിങ്ങും നല്ല ഒരു സ്പിരിച്വാലിറ്റിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന നിരവധിയായ ഗാനങ്ങൾ എഴുതിയ ബഹുമാനപ്പെട്ട ഷാജി തുമ്പിച്ചേരിൽ അച്ഛൻ, നല്ലൊരു ധ്യാനഗുരുവും കലാകാരനുമായ അച്ഛൻ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട ഷാജി അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് ഷാലോം TV പ്രേക്ഷകരുടെ പേരിൽ ഹൃദയം നിറയെ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ സമുദ്ര താരമേ മേരിമാത എന്നുള്ള പാട്ടുണ്ടല്ലോ, അതിൽ ശരിക്കും ഒരു മരിയോളജി ഉണ്ട്, പിന്നെ ഒരു ടീച്ചിങ് ഉണ്ട്. അത് രൂപപ്പെട്ട ഒരു വഴികൾ അച്ഛനൊന്ന് ഷെയർ ചെയ്യാമോ? ബോണി, ഈ പാട്ട് മാത്രം ശരിക്കും പറഞ്ഞാൽ ബോധപൂർവ്വം ഉണ്ടാക്കിയെടുത്തൊരു പാട്ടാണ്. എൻ്റെ അനേകം പാട്ടുകൾ നൽകപ്പെട്ടതാണ്, ഒരു 99%. ഈ പാട്ട് മാത്രം പക്ഷെ ഒരു വിധത്തിൽ പലപ്പോഴായി കമ്പോസ് ചെയ്തെടുത്തതാണ്. പക്ഷെ വരികൾ ഇങ്ങനെ യാത്രയിലും മറ്റും ഇങ്ങനെ തേനിങ്ങനെ ഒഴുകി വരുന്ന പോലെ നൽകപ്പെട്ടതാണ്. അതിനെന്നെ സഹായിച്ചത് എൻ്റെ ഒരു അറിവ്. ഞാൻ സത്യത്തിൽ സഭാപിതാവിൻ്റെ പേര് മറന്നുപോയി. നമ്മുടെ സഭാപിതാക്കന്മാരിലൊരാൾ മറിയത്തിൻ്റെ പേര് അനലൈസ് ചെയ്യുമ്പം സമുദ്രതാരം എന്നാണ് പറയുന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ അത് ഈ അടുത്തൊരു യാത്രക്കിടയിലും വേറൊരു രാജ്യത്തും ഇത് തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഈ മറിയം സമുദ്രതാരമാണ്. അതായത് നാവികർക്ക്, സമുദ്ര സഞ്ചാരികൾക്ക് ദിക്ക് കാണിക്കുന്നത് സമുദ്രതാരമാണെന്നാണ് ജിയോളജിക്കലി പറയുന്നത്. അപ്പോൾ ഈ സമുദ്രതാരം കണ്ടാൽ ദിക്ക് തെറ്റത്തില്ല. എത്ര തിര വന്നാലും നാവികനൊരു ആശ്വാസമായി. അപ്പം സഭയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക ജീവിതത്തിൽ ഓളവും താളഭംഗവും ഒക്കെ വരുമ്പം ദിശ കാണിക്കാൻ ഇതുവഴി എന്ന് പറയാൻ മറിയം നിൽക്കുന്ന ഒരു അർത്ഥവത്തായിട്ട് തോന്നി. ഈ കൺസെപ്റ്റാണ് സമുദ്രതാരമേ എന്ന പാട്ടിലേക്ക് വന്നത്. പിന്നെ എഴുതി തുടങ്ങിയപ്പോൾ സമുദ്രതാരമേ, സ്വർഗതീരമേ, അപ്പോൾ അതെല്ലാത്തും ഞാൻ എഴുതി കഴിഞ്ഞ് നോക്കുമ്പം എനിക്കൊരു ആശ്വാസം കിട്ടാണ്ട് പാഴായിട്ട് ഒരു വാക്ക് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട, ഒരു അഹങ്കാര വർത്തമാനമായിട്ട് പറഞ്ഞല്ല. ഇപ്പം സ്വർഗതീരമേ, അതെന്താ അങ്ങനെ എഴുതിയെന്ന് ഞാൻ പിന്നീടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർക്കുന്നത് സ്വർഗത്തിൻ്റെ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ള മനുഷ്യ വ്യക്തി മറിയമാണ്. അപ്പം സ്വർഗത്തിനൊരു സമുദ്ര തീരമുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വെർജിൽ നിൽക്കുന്ന വ്യക്തി മറിയം തന്നെ. അപ്പോൾ അവൾ സ്വർഗത്തിൻ്റെ തീരമെന്ന് വിളിച്ചുകൊണ്ട് തെറ്റില്ല. ഇങ്ങനെയാണ് ഇപ്പം ഇതിനകത്ത് ആ സമുദ്രതാരം എന്ന് വിളിക്കാൻ കാര്യം. അങ്ങനെ എഴുതി വന്നപ്പം എനിക്ക് തോന്നി മാതാവാര അതിനെക്കുറിച്ച് ഒത്തിരി പഠിക്കാനുണ്ട്. പക്ഷേ വിനയാന്വിതരെ ദൈവം ഉയർത്തുമെന്നതിൻ്റെ അച്ചട്ടായ അടയാളമാണ് മറിയം. താന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. മറിയം തന്നെ പറയുന്നുണ്ടല്ലോ, എനിക്ക് ആകപ്പാടെ ഉള്ളത് ഇഫ് അറ്റ് ഓൾ ദെയർ ഇസ് എ മെറിറ്റ്, ആ മെറിറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് അഹങ്കാരമില്ല. ദാസിയുടെ താഴ്മയെ ദൈവം കടാക്ഷിച്ചു. അത് ദൈവം കണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. മറിയം പറയുന്നുണ്ട്, എനിക്ക് മറ്റ് ഒന്നും ആകേണ്ടതില്ല, എൻ്റെ ഉള്ളിൻ്റെ സത്യം നീ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം, എൻ്റെ താഴ്മ നിനക്കറിയാം. അപ്പം വിനയാന്വിതരെ ദൈവം ഉയർത്തുമെന്നതിൻ്റെ അച്ചട്ടായ അടയാളമാണ് അവളെ സ്വർഗത്തിൻ്റെ രാജ്ഞിയായി മുടി ചൂടിക്കുന്നത്. സത്യത്തിൽ ഈ രണ്ട് പാട്ടും പറയാം അറിയാതെ നമ്മളിന്ന് ഇത്രയൊന്നും ചിന്തിച്ചല്ല ശാലോം തിരഞ്ഞെടുത്തതും നമ്മൾ പങ്കുവെച്ചതെങ്കിലും, പക്ഷെ അതിനകത്ത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. താനും സുന്ദരമായ ഒരു ടീച്ചിങ് വരുന്നുണ്ട്. ഇതെല്ലാത്തിൻ്റെ ഒരു ബോണി നമ്മുടെ ഇന്നത്തെ വർത്തമാനത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ പാട്ടുകൾ ബോണിയെ സ്പർശിക്കുന്നതിനേക്കാൾ എനിക്ക് ജീവിക്കാനും മുന്നോട്ട് പോകാനും മറിയത്തെക്കുറിച്ച് പറയാനും ഒക്കെ ഒരു ഭയങ്കര ബലമാണിത്. അപ്പം ഞാനിങ്ങനെ അഹങ്കരിക്കാറുണ്ട്, ഒരു കാര്യത്തിൽ അഹങ്കരിക്കാറുണ്ട്. അഹങ്കാരം എന്ന് പറയാമെങ്കിൽ ചിലപ്പോൾ മാതാവിൻ്റെ ടീച്ചിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ദർശനങ്ങളിൽ കിട്ടിയ എഴുത്തുകളൊക്കെ ഉണ്ടല്ലോ, ഒത്തിരി പുസ്തകങ്ങൾ, ഒത്തിരി ആഗോള പുസ്തകങ്ങളുണ്ട്. മാതാവിൻ്റെ ടീച്ചിങ്സ് ചിലപ്പം
ഒരു പക്ഷേ ഈ ഭൂമിയിൽ എനിക്ക് എന്നാ പറഞ്ഞാലും ഉടനെ എനിക്ക് ടീച്ചിങ്സ് വരും. മറിയം മറവിൽ നിൽക്കുന്നവൾ, ഉടനെ കർത്താവ് ടീച്ചിങ് തരും. കൊച്ചു കാര്യമാണ് മറിയം. ഉടനെ അതിൻ്റെ എറ്റിമോളജി, അത് ചുമ്മാ നിങ്ങൾ പറഞ്ഞു തരും. എറ്റിമോളജി എന്ന് പറയാൻ പറ്റത്തില്ല. മറവിൽ നിൽക്കുന്നവൾ ഉടനെ പറഞ്ഞു തരും. എല്ലാം ഇങ്ങനെ പറഞ്ഞു തരും. ഓരോ മറിയത്തെക്കുറിച്ച് ഒരു കൺസെപ്റ്റ് കണ്ട ഉടനെ തന്നെ, ബൈബിൾ വായിച്ച ഉടനെ ഒരു രസകരമായ, നമ്മൾ ഒരുപക്ഷെ മറ്റൊരിക്കലും അത് സംസാരിക്കും, ദൈവം അനുവദിച്ച്. അതായത് ഇത് എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ കർത്താവ് എനിക്ക് പറഞ്ഞു തരും, ഇതെൻ്റെ സമയമല്ല, ഇതെൻ്റെ അമ്മയുടെ സമയമാണ്. അമ്മയുടെ സമയത്തിന് ശേഷമേ എൻ്റെ സമയം വരൂ. എന്തിനും ഇങ്ങനെ ആശയം പറഞ്ഞു തരും. ബൈബിളിൽ മറിയത്തെക്കുറിച്ച് എന്ത് കണ്ടാലും ഉടനെ ഒരു ടീച്ചിങ് കയറി വരും. ഇറ്റ്സ് നോട്ട് മൈ ടൈം, ഇറ്റ്സ് ദ ടൈം ഓഫ് മൈ മദർ. എൻ്റെ അമ്മയുടെ സമയം വന്നു പോയാൽ എൻ്റെ സമയം വന്നിട്ട് കാര്യമുള്ളൂ. ഓരോ ടീച്ചർ മാതാവിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും. പക്ഷെ അങ്ങനെ ഒരു ചുരുക്കം പറഞ്ഞാൽ ബോണി ആദ്യം പറഞ്ഞ് ശരിയാ. ഞാൻ മറിയത്തെ സ്നേഹിച്ചതിനേക്കാൾ ഒരു 100,000 ഇരട്ടി അമ്മ എന്നെ പക്ഷപാതത്തോടെ പൊതിഞ്ഞിട്ടുണ്ട്. അത് എനിക്കിതിന് പറയാനുള്ളത്. ഞാൻ മാതാവിനെ പ്രചരിപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ മറിയത്തോട് കാണിച്ച സ്നേഹത്തേക്കാൾ ഒരു 100 ഇരട്ടി. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ അമ്മയുടെ മുമ്പ് ഇങ്ങനെ ഒത്തിരി കൈകുപ്പാറില്ല. എന്നെ ഞാൻ ഹൃദയം തുറക്കുന്ന കേട്ടോ, മകനെ പോലെ. എനിക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ് മാതാവിൻ്റെ മുമ്പിൽ. ഞാൻ പറയും അങ്ങനെ ഒരു എന്നും പറഞ്ഞ് ഉണ്ടാക്കി പറയല്ലോ. ഇപ്പം മാതാവിൻ്റെ വലിയ ചിത്രങ്ങളോ രൂപങ്ങളോ സൃഷ്ടിക്കുന്നില്ല ഞാൻ. ഇതൊന്നും ആരും വിശ്വസിക്കത്തില്ല. അതാ പറഞ്ഞേ. പക്ഷെ എൻ്റെ അമ്മ എൻ്റെ കൂടെയാണ്. എൻ്റെ പെറ്റ അമ്മയുടെയും പടം എനിക്കില്ല കൂടെ. എനിക്കൊരു പടത്തിൻ്റെ ആവശ്യമില്ല. എനിക്ക് മാതാവിനെ ഓർക്കാം. എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയും, എന്താ പറയുക, ഈ ദിവസങ്ങളിൽ ഞാൻ മറ്റൊരു വൻകരയിലായിരുന്നു. ബോണി ആ വൻകരയിൽ നിൽക്കുമ്പോൾ ആഫ്രിക്കയിൽ നിന്ന് ഒരാൾ വിളിക്കുക. ആഫ്രിക്കയിൽ ദിവികാരുണ്യം ഇല്ലാതെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന 4 ചെറുപ്പക്കാരുടെ നടുവിൽ, ഏതായാലും അവരെന്നെ അങ്ങനെ വിളിക്കണമെങ്കിൽ മാതാവിൻ്റെ റിയൽ പ്രസൻസ് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പാടിയ പാട്ടുകളെല്ലാം എൻ്റെ മകൻ രചിച്ചതാണ്. പക്ഷേ മീഡിയയിൽ അവൻ കഷ്ടപ്പെട്ട് സമരം ചെയ്തിട്ടും ചെയ്യുന്നതൊന്നും സാത്താൻ മീഡിയയിൽ ചെയ്യുന്നതിൻ്റെ 5 അയലക്കത്ത് പോലും വരുന്നില്ല. ഈ എന്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ വേറൊരു വൻകരയിൽ, ഏഷ്യക്കാരനായ നമ്മൾ മറ്റൊരു വൻകരയിൽ ഇരിക്കുമ്പം വേറൊരു വൻകരയിൽ അമ്മ നമ്മളെക്കുറിച്ച് പറഞ്ഞതായി അബ്സ്ട്രാക്റ്റായിട്ട് അവർ കേട്ടോ എനിക്കറിയത്തില്ല, അവർക്കങ്ങനെ ഫീല് ചെയ്തെങ്കിൽ മറ്റൊരു വൻകരയിൽ ഞാനിരിക്കുന്നു, വേറൊരു വൻകരക്കാരനാണ് ഞാൻ. 3ാമതൊരു വൻകരയിൽ മറിയം എളിയവനായി എന്നെക്കുറിച്ച് പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അതെന്നെ ഒരു കരുതലാണ്. എനിക്കത് അവർ കേട്ടോ പറഞ്ഞോ മാതാവ് പ്രത്യക്ഷപ്പെട്ടോ എന്നൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിവേ അവർക്കത് ഫീൽ ചെയ്യുമ്പം 3ാം വൻകരയിൽ ഇരിക്കുമ്പോൾ എൻ്റെ ചങ്കിനകത്ത് മാതാവിൻ്റെ സാന്ത്വന നീലിമയാൽ മരിയേ നിന്നുടെ മേലങ്കി പാപമുണർത്തും കൊടും തണുവിൽ സ്നേഹവിരിപ്പായി പൊതിയണമേ, സ്വർണം പോലും മണൽ തരി അല്ലോ, സ്വർണാലയമേ നിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ പാട്ടിലൊരു വരിയുണ്ടല്ലോ, വിനയാനിതരെ ദൈവം ഉയർത്തും എന്നതിന് മേരി ഒരു അടയാളം. ആ വരികളെ കുറിച്ചൊന്ന് അച്ഛൻ പറയാച്ചാ. വിനയാന്യതരെ ദൈവം ഉയർത്ത ആ ഭാഗം നമ്മൾ കുറച്ച് പങ്കുവെച്ചായിരുന്നു. അതെ അതെ പങ്കുവെച്ചു. പക്ഷെ ഈ അടയാളമെന്ന മറിയത്തെ ഏറ്റവും അധികം ഉള്ളിൽ സ്വീകരിച്ചത് യോഹന്നാനായിരുന്നു. പാരമ്പര്യം അനുസരിച്ച് യോഹന്നാൻ ഈ അവിവാഹിതനാണ്, ഏറ്റവും ചെറുപ്പക്കാരനാണ്. അവിവാഹിതനായിരുന്നു എന്നുള്ളതല്ല,
എന്നെ തൊടുന്നത്. യോഹന്നാൻ്റെ ഈ നറു യൗവനത്തിൽ ആണ് ഈ മറിയത്തെ സ്വീകരിക്കുന്നത്. അപ്പം പത്രോസിനെ പോലെ മൂത്ത് നരച്ചിട്ടല്ല, ഭക്തിപ്രസ്ഥാനം കൊണ്ട് പോകേണ്ട കാലമായപ്പോഴല്ല, ജീവിതം തീരാറായപ്പോഴല്ല, ആ ചോയ്സ് വേറൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, നല്ല നറു യൗവനത്തിൽ യോഹന്നാൻ സ്വീകരിക്കുക. അത് സ്വീകരിക്കാൻ കാരണം യോഹന്നാന് ഈച്ച് ആൻഡ് എവറിഥിങ് ഈസ് എ സൈൻ, എല്ലാം ഒരു അടയാളമാണ്. മറിയം പോലും സ്വർഗത്തിൻ്റെ ഒരു അടയാളമാണ് യോഹന്നാന്. ശരിക്കും മറിയത്തെ അല്ല യോഹന്നാൻ തൊടുന്നത്, സ്വർഗത്തിൻ്റെ അടയാളത്തെയാണ്. ഈ അർത്ഥത്തിലാണ് മേരി ഒരു അടയാളമാണെന്ന് എഴുതിയത്. കാരണം യോഹന്നാൻ മറിയത്തെ ക്ലോസ് ആയിട്ട് വീക്ഷിക്കുന്നുണ്ടാവണമല്ലോ, അത് ഊഹിക്കേണ്ട ആവശ്യം, ഉറപ്പായിട്ടും ക്ലോസ് ആയിട്ട് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതെ അതെ. അപ്പം മറിയത്തിൻ്റെ സഹനം, മറിയം കാണിച്ചിട്ടുള്ള കരുതൽ, മറിയം അത്തിയുടെ മുറിച്ച് യൂദാസിനും യോഹന്നാനും ഒരുപോലെ കൊടുത്തത്, എല്ലാവരുടെയും മുമ്പിൽ താന്നിരുന്നത്, ഇനി അവനെ കല്ലെറിയാൻ പോയപ്പോഴും വിഷമിച്ച് നിന്നത്, ഇനി നിന്റെ മകനാണോ ഈശോ, കൊള്ളാം മിടുക്കനാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴും മറിയം ഒതുങ്ങി നിന്നത്, ഇത് ജീവിതത്തിൽ മുഴുവനായി മറിയം കാണിച്ചൊരു വിനയം യോഹന്നാനെ തൊട്ടിട്ടുണ്ട്. മറിയം യോഹന്നാനെ സംബന്ധിച്ചൊരു അടയാളം കൂടിയാണ്. അപ്പം ഒരേ സമയം സ്വർഗലോകം മറിയത്തിൻ്റെ സഹനം ഓർക്കുമ്പോൾ ഇഹലോകം മറിയത്തിൻ്റെ വിനയം ഓർക്കും, അല്ലെങ്കിൽ ഇഹലോകം മറിയത്തിൻ്റെ വിനയത്തെ സ്തുതിക്കുമ്പം സ്വർഗലോകത്തിനൊരു ഓർമ്മയുണ്ട്. മറിയത്തിൻ്റെ സഹനം ഭൂമിക്കും സ്വർഗത്തിനും ഒരു അടയാളമാണ്. സഹിക്കുന്നവർ വീഴത്തില്ല. കർത്താവിനെ പ്രതി സഹിച്ച ഒരാൾ ഇനിയിപ്പം ഞാൻ ഈ അടുത്ത് ഒരു നല്ല പുസ്തകത്തിൽ വായിച്ച പോലെ, ഇപ്പം നമ്മുടെ തന്നെ കുറവ് കൊണ്ട് സഹിച്ചാലും ഈ സഹനം പോലും മറിയത്തോടൊപ്പം ചേർത്ത് വെച്ചാൽ നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു, നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. ഇതിനകത്തെ ഒരു പ്രത്യേകത കൂടി ഞാൻ കാണുന്നുണ്ട്. വിനയമുള്ളവർക്ക്, താന്നു കൊടുക്കാൻ പറ്റുന്നവർക്ക് സഹിക്കാൻ എളുപ്പമാണ്. യഥാർത്ഥത്തിൽ ഹമ്പിളായിട്ടുള്ളവർക്ക് സഹിക്കാൻ എളുപ്പമാണ്. കാരണം നിങ്ങൾ എന്നെ ചവിട്ടിക്കോ, ദൈവം ഉയർത്തും. വിനയമുള്ളവർക്ക് സഹിക്കാൻ എളുപ്പമാണ്, അവരെ ദൈവം ഉയർത്തും. ഈ ഒരു കൺസെപ്റ്റാണ് അതിനവിടെ എല്ലാം വന്നിരിക്കുന്നത്. ദൈവത്തിൻ തിരുമുമ്പിൽ എളിയൊരു ദാസി, ദൈവത്തിൻ കനിവാൽ സ്വർഗരാജ്ഞി, പാപികളാകും മാനവ മക്കൾക്കെന്നും പാവനമാകും മാർഗം സ്വർഗറാണി. അതായത് എനിക്ക് മറിയം ഒരു വഴിയാണ്. ഞാൻ ഈ പുറത്തോട്ട് വയ്ക്കാത്തൊരു പാട്ടത്. മറിയം ഒരു വഴിയാണ്. മേരി ഈസ് എ വേ ടു ഹെവൻ. അതാണ് ത്രൂ മേരി ടു ജീസസ് എന്ന് പഴയ മാർപ്പാപ്പന്മാർ പറഞ്ഞതിൻ്റെ കാര്യം. മറിയം ഒരു വഴിയാണ്. പാപികളായ മനുഷ്യർക്ക് ദൈവമേ സ്വർഗത്തിലെത്തുമോ? എന്തുകൊണ്ട് പറയും, മറിയം എത്തിയെങ്കിൽ നീ എത്തും. ഇങ്ങനെ ഒരു കൺസെപ്റ്റുകളെല്ലാം കൂടെ ചേർത്താണ് ഇതെല്ലാം ദൈവം തന്നത്. അച്ഛൻ പറഞ്ഞത് ഞാൻ ഓർക്കായിരുന്നു. മാതാവിൻ്റെ ഒരു എളിമ ശരിക്കും സാത്താനെതിരെയുള്ള വലിയൊരു ആയുധമാണ്. എളിമയുള്ളവരുടെ മുമ്പിൽ പൈശാചികമായ ബന്ധനങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല, അല്ലേ? അങ്ങനെ ഒരു കാര്യം കൂടി ഇല്ലേ ഇതിന്? തീർച്ചയായിട്ടും. കാരണം ബോണി ഞങ്ങളുടെ വഴക്കുണ്ടാക്കുക. അപ്പം ബോണി എന്നെ എന്നൊരു മോശം വാക്ക് വിളിച്ചു, ഞാൻ അതിൻ്റെ ഇരട്ടി വിളിച്ചു. അപ്പം ബോണി പോയി ഡിക്ഷണറി തപ്പിയെടുത്ത ആളുടെ 3 പുതിയ വാക്കുമായിട്ട് വരും, കാരണം വാദിക്കാനായിട്ട്. അപ്പം ഞാൻ പോയി വേറെ കെട്ട വാക്ക് പഠിച്ചുകൊണ്ട് വരും. കാരണം എനിക്ക് വാശിക്ക് ഇങ്ങനെയാണ് വഴക്കുകളും സ്പർദ്ധയും കൊലപാതകവും വിഭാഗീയതയും സംഘർഷങ്ങളും ലോകത്തിൽ വർദ്ധിക്കുന്നത്. നീ പറഞ്ഞു സാരമില്ല എന്ന് ഞാൻ സഹിച്ചോളാം. ഈ ദാവീദ് അങ്ങനെയാണല്ലോ സഹിക്കുന്നത്. സാമുവേലിൻ്റെ പുസ്തകത്തിൽ ഷിമൈ എന്ന് പറയുന്ന വ്യക്തി കണ്ടമാനം നീജ കൊലപാതകം എന്നൊക്കെ വിളിക്കുമ്പോൾ അവൻ പറഞ്ഞോട്ടെ, ദൈവം അറിയട്ടെ. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനപ്പുറം പറയാനൊന്നുമില്ലല്ലോ.
ഇപ്പം എന്നെ കയറി കൊലപാതകെന്ന് വിളിച്ചു, ഞാൻ നിന്നെ കയറി ബോണിയെ കയറി നീജ എന്ന് വിളിച്ചാലല്ലേ ഇനി കൊലപാതകയ്ക്ക് അപ്പുറം ഒരു വാക്ക് തപ്പുണ്ടോ, ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കൊലപാതകി എന്ന് വിളിച്ചതിൽ നിൽക്കുമല്ലോ. അപ്പം ഇതുകൊണ്ടാണ് യൂദായുടെ ലേഖനത്തിൽ പറയുന്നത്, മോശയുടെ ശരീരത്തെക്കുറിച്ച് സാത്താനുമായി തർക്കിച്ചപ്പം ഒരു വാക്കും ദൂതനെതിര് പറഞ്ഞില്ല, വിനയാന്വിതനായി നിന്നു. ദൈവം ചോദിച്ചോളും. സത്യം പറഞ്ഞാൽ വിനയത്തിന് നിത്യജീവനുമായിട്ട് ബന്ധമുണ്ട്. അതിനാന്ന് മനസ്സിലായോ? ഇല്ല. ഈ അടിയും തട്ടുമെല്ലാം പോരട്ടെ, ഞാൻ സഹിച്ചോളാം. കാരണം എനിക്ക് റിവാർഡ് എനിക്ക് നിങ്ങൾ ഈ വെച്ച് നീട്ടുന്ന ഈ വേദനയ്ക്കൊക്കെ അപ്പുറം എനിക്ക് വരാൻ പോകുമല്ലേ വലിയ ഭാഗ്യം. അതുകൊണ്ട് പോരട്ടെ എന്ന് വെക്കാൻ പറ്റണമെങ്കിൽ നിത്യജീവനെക്കുറിച്ച് ഉറപ്പുള്ള ഒരു വ്യക്തിക്ക് സഹിക്കാനും വിനയാന്വിതനാകാനും പറ്റൂ. നിത്യജീവനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഫൈറ്റിംഗ് ഇല്ല. എൻ്റെ ലോവ കീറിപ്പോയി, എനിക്ക് 10 ലോവ തുണിയായിട്ട് ബോണി ഇരിക്കുകയാണ്, ഞാൻ എന്തിനാ അയ്യോ ഇത് കീറിപ്പോയി എന്ന് പറയണ്ട. എനിക്ക് 10 എടുക്കെടുത്തും പറഞ്ഞ് കൈ വെച്ചോണ്ടിരിക്കുക. ഇതാ എൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, എടുത്ത് കഴിക്കേ, വാങ്ങിക്കൊണ്ട് പൊക്കോ, കഴിച്ചോ, നിത്യജീവൻ ഫ്രീ ആയിട്ട് വാങ്ങിക്കോളാൻ പറയുന്ന കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പം നമുക്ക് വിനയം ശീലിക്കാൻ, ഈ കാണിക്കുന്ന വിനയമല്ല, ഇപ്പോൾ തലചരിച്ച് പിടിക്കുന്നോ ഇങ്ങനെ കാണിക്കുന്നോ ഒന്നുമല്ല. അതൊക്കെ ഇപ്പം എന്നെ കണ്ടാലും തോന്നും ഭയങ്കര വിനയാനിതാണ്, എൻ്റെ ഇരിപ്പും പട്ടുമൊക്കെ കണ്ടാൽ തോന്നും. പക്ഷെ അതല്ല വിനയം. നിങ്ങൾ എന്ത് വന്നാലും ഞാൻ സഹിക്കാം, മരണം വരെ ഞാൻ സഹിക്കും. എൻ്റെ ശത്രുക്കളെ വീണാലും ഞാൻ എഴുന്നേൽക്കും. മിക്കായുടെ പുസ്തകത്തിൽ പറയും, എൻ്റെ ശത്രുക്കളെ വീണാലും ഞാൻ എഴുന്നേൽക്കും. ഇരുട്ടിലായിരുന്നാലും എൻ്റെ കർത്താവ് എനിക്ക് വെളിച്ചമായിരിക്കും. എൻ്റെ കർത്താവ് എനിക്ക് നീതി നടത്തി തരുന്നത് വരെ സങ്കടങ്ങളും സഹനങ്ങളും ഞാൻ സഹിക്കും. സഹനവും വിനയവും ശരിക്കും പറഞ്ഞാൽ ചേർന്ന് പോകുന്നത് മറിയത്തില്ല. സ്വർഗത്തിൻ്റെ നാണയമായി മറിയം മാറുന്നത് അങ്ങനെയാണ്. ഇതിന്റെ ചരണം ഒന്ന് പാടാവോ? ദൈവത്തിൻ തിരുമുമ്പിൽ എളിയൊരു ദാസി, ദൈവത്തിൻ കനിവാൽ നീ സ്വർഗരാജ്ഞി. പാപികളാകും മാനവ മക്കൾക്കെന്നും പാവനമാകും മാർഗം രാജകന്യ. ദൈവത്തിൻ തിരുമുമ്പിൽ എളിയൊരു ദാസി, ദൈവത്തിൻ കനിവാൽ നീ സ്വർഗരാജ്ഞി. പാപികളാകും മാനവ മക്കൾക്കെന്നും പാവനമാകും മാർഗം രാജകന്യ. ദൈവത്തിൻ തിരുമുൻപിൽ എളിയൊരു ദാസി, ദൈവത്തിൻ കനിവാൽ നീ സ്വർഗറാണി. പാപികളാകും മാനവ മക്കൾക്കെന്നും പാവനമാകും മാർഗം രാജകന്യ. ദൈവത്തിൻ തിരുമുൻപിൽ എളിയൊരു ദാസി, ദൈവത്തിൻ കനിവാൽ നീ സ്വർഗറാണി. പാപികളാകും മാനവ മക്കൾക്കെന്നും പാവനമാകും മാർഗം രാജകന്യ. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ
സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം